ഡോക്ടർ ജോൺ ബിട്ടാസ്, ഇന്നിപ്പോൾ ബി ജെ പി നേതൃത്വം പറയുന്നത്, അനൂപ് ആന്റണി അടക്കമുള്ളവർ പറയുന്നത് 12,000 കിലോമീറ്ററോളം ഓടി രാപകലില്ലാതെ അധ്വാനിച്ചാണ് ഞങ്ങൾ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചും വെല്ലുവിളികൾ നേരിട്ടുമാണ് ഈ ജാമ്യം നേടിയെടുത്തത് എന്ന മട്ടിലാണ് അവരുടെ അവകാശവാദം. ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു, 3 ദിവസം മുമ്പ് കോടതി മുമ്പാകെയുള്ള ആ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പ്രതിഷേധമാണ് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നതിന് തടസ്സമായതെന്നാണ് ആരോപിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഡോക്ടർ ജോൺ ബിട്ടാസ്, ഇവിടെ ഈ പോരാട്ടം തീരുന്നില്ലല്ലോ. ഞാനിപ്പോൾ റായ്പൂർ വിമാനത്താവളത്തിലാണ്, ഡൽഹിക്ക് മടങ്ങുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ദുരന്തത്തിനൊരു താൽക്കാലിക വിരാമമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാനിപ്പം ഈ ചർച്ച പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എനിക്ക് വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഈ ഒരു വേളയിൽ BJP നേതൃത്വം ഇതുപോലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്താ കാരണം വെച്ചാല്, ആരെങ്കിലും 12,000 കിലോമീറ്റർ സഞ്ചരിച്ചോ 24,000 കിലോമീറ്റർ സഞ്ചരിച്ചോ എന്നുള്ളൊരു വിഷയമല്ല. മാത്രമല്ല, ഇതൊരിക്കലും ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് സാധാരണ ജനങ്ങളുടെ ഭരണഘടനയിലുള്ള വിശ്വാസത്തെ മുൻനിർത്തി അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആർക്കെങ്കിലും ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ BJPക്കോ ഏതെങ്കിലും നേതാവിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അവർ എടുത്തോളൂ, ഒരു സംശയമില്ല, അവർക്ക് ആ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് കൊടുത്തോളൂ. എനിക്കൊരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ കന്യാസ്ത്രീകൾ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ 8 ദിവസം ജയിലിൽ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നും കൂടി BJP പറയണം. അതിന്റെ ക്രെഡിറ്റ് ആരെടുക്കും? അത് അവരെടുക്കുവോ? അതെയോ ഛത്തീസ്ഗഡ് BJP എടുക്കുവോ? അതെയോ BJPയെ നിയന്ത്രിക്കുന്ന സംഘ് പരിവാർ എടുക്കുവോ? RSS എടുക്കുവോ? ആരെങ്കിലും എടുക്കണ്ടേ അത്? എന്താ കാരണം വെച്ചാൽ, ഈ 8 ദിവസം ഈ കന്യാസ്ത്രീകൾ 9ാമത്തെ ദിവസമാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിന്റെയും അവരെ ജയിലിലടച്ചതിന്റെയും അവരുടെ അപേക്ഷ വന്നപ്പോൾ അതിനെ എതിർത്തതിന്റെയും അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ തിരിച്ച് ഓടിച്ചതിന്റെയും ആ പെൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ സഹോദരനെ മർദ്ദിച്ചതിന്റെയും അതുപോലെ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരു 400ഓളം അക്രമങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ നടത്തിയതിന്റെയും ഇപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് അവരെടുക്കട്ടെ എന്ന്. ഇതെല്ലാം കൂടി എടുത്തോന്ന്. എന്തിനപ്പൊ ഇത് മാത്രം എടുക്കുന്നത്, ജാമ്യം മാത്രം എടുക്കുന്നത്? 2000 വർഷമായിട്ട് ഛത്തീസ്ഗഡില് ഈ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ, ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2022-ലും 2023-ലും എന്തുകൊണ്ടാണ് CPM സംഘത്തെ നയിച്ചുകൊണ്ട് ബൃന്ദ കാരാട്ട് നാരായൺപൂരിൽ വന്നത്? അതിന്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കട്ടെ, എല്ലാ ക്രെഡിറ്റും അവരെടുക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചതാരും നമുക്കറിയാം. എന്താ കാരണം എന്ന് വെച്ചാല്, കേരളത്തിലെ BJPക്ക് ഒരു തിരക്കഥയുണ്ടായിരുന്നു. ആ തിരക്കഥ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ കബളിപ്പിച്ച് ഒരു ചെറിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. അങ്ങനെ തങ്ങളുടേതായ വോട്ട് ബാങ്കിന്റെ പുറമേക്ക് ക്രൈസ്തവരുടെ ഒരു വിഭാഗം വോട്ടും കൂടെ കിട്ടിയാൽ ചില മുൻകൈകൾ അല്ലെങ്കിൽ ചില എന്താ പറയാ വിജയങ്ങൾ എവിടെയെങ്കിലും നേടാൻ കഴിയും. തൃശ്ശൂര് അവർക്കതൊരു മാതൃകയായിരുന്നു. പൊടുന്നനെ ഛത്തീസ്ഗഡ് വന്നു. ആ ഛത്തീസ്ഗഡ് സംഭവത്തിന് മുകളിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നപ്പോൾ തങ്ങളുടെ ഈ പറയുന്ന പദ്ധതി മുഴുവൻ പൊളിഞ്ഞല്ലോ എന്നുള്ള ഒരു പരിഭ്രാന്തി ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഒരു വേലിയേറ്റം പാർലമെന്റ് ഉണ്ടാവും. അതൊരു ദേശീയ വിഷയമാവും, അന്തർദേശീയ വിഷയമാവും. ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടുപോയതുകൊണ്ട് എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും തല ഊരാൻ വേണ്ടിയിട്ട് ഇവരും കൂടി രംഗത്ത് വന്നു. അതുകൊണ്ട് എനിക്ക് ഒറ്റ അപേക്ഷയുള്ള എന്റെ BJP സുഹൃത്തുക്കളോട്, നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ. ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഇവര് ജയിലിൽ കഴിഞ്ഞ ആ 8 ദിവസത്തെ ക്രെഡിറ്റ് എടുക്കണം. ഇവരുടെ കൂടെയുള്ളവരെ പീഡിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കണം. സംഘപരിവാർ സംഘടനകൾ ഇന്നും കൂടി അഴിഞ്ഞാടിയതിന്റെ ക്രെഡിറ്റ് എടുക്കണം. നാരായൺപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിങ്ങൾ നടക്കുന്ന അതിക്രമങ്ങളുടെ ക്രെഡിറ്റ് എടുക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെയും ക്രെഡിറ്റ് എടുക്കണം. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല. മറിച്ച് ഈ ജാമ്യം എന്നുള്ള ഒരു ചെറിയൊരു വെർട്ടിക്കലിന്റെ മാത്രം ക്രെഡിറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു തട്ടിപ്പ് മാത്രമാവും. അത് ഒരു കൺകെട്ട് വിദ്യയാണ്. അതൊക്കെ ജനങ്ങളും മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പൊ BJPയുടെ സഹോദരനവിടെ മതപരിവർത്തന നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തില് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് വന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം പരിശോധിക്കണം. എന്താ കാരണം? ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഒന്നും കൂടി ഈ മതപരിവർത്തന നിരോധന നിയമം കർക്കശമാക്കാൻ പോവുകയാണ്. ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്.
BJP ഗവൺമെന്റാണ് 2006 നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് മധ്യപ്രദേശിൽ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തെ കർക്കശമാക്കിയത്. കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ആ കർക്കശമാക്കിയ സംഭവത്തെ പിൻവലിക്കാൻ തയ്യാറായില്ല, കർണാടകയിൽ ചെയ്തതുപോലെ. ഇനി ഇവര് വീണ്ടും കർക്കശമാക്കാൻ പോവുകയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാല് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇനി ഞാൻ വേറൊരു കൂടി പറയാം, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് മുകളിൽ ഇത്രയും പ്രതിഷേധം ഉയർന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ അതിഹീനമായ വലിയ അക്രമങ്ങൾ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു വയോധികനായിട്ടുള്ള ഒരു പാതിരിയെ ജയിലിലിട്ട് ഇവർ കൊന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം? ഒരു കുറ്റം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അർബൻ നക്സലൈറ്റ് എന്ന് വിളിച്ചു. അതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കുറ്റം. കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഇവര് പ്രോസിക്യൂഷൻ എന്താ പറഞ്ഞ, അവര് വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷം ഒരു വാചകം പറഞ്ഞു. കോടതി വീണ്ടും ജഡ്ജി ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ തെളിവൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തെളിവില്ലാത്തെന്ന് ചോദിച്ചും പറയാണ്, ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. ഒരു തെളിവില്ലാതെയാണോ 2 കന്യാസ്ത്രീകളെ ജയിലിൽ പിടിച്ചിരുന്നത്? അത് 2 പേരെ ജയിലിൽ പിടിച്ചിട്ട്, അതുപോലെ ആ ചെറുപ്പക്കാരനെ കൂടെ ജയിലിൽ പിടിച്ചിട്ട് ശേഷമാണോ തെളിവ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് ഈ രാജ്യത്ത്. അതുകൊണ്ട് ഞാൻ നേരത്തെ അരുൺ പറഞ്ഞത് ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് ഇവർ ജയിലിൽ പാർപ്പിച്ചത്. ഇവര് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട്, ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കന്യാസ്ത്രീകളെ കാരാഗ്രഹത്തിൽ അടച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം BJPക്കാണ്. Debate with Dr. Arun Kumar.